കൃഷിപ്പണി ഒക്കെ നമുക്ക് ലാഭത്തേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളത് അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്യുന്ന വേണം. ഇപ്പോൾ ഞാൻ 2 കണ്ടത്തെ കാണിച്ചു, 2 അയൽ കണ്ടങ്ങളാണ് അപ്പുറം ഇപ്പുറമുള്ളത്. പിന്നെ പുറകെ കാണുന്നത് നമ്മൾ തന്നെ ഏകദേശമൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ സെറ്റായിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് മുകളിലോട്ട് കാണുന്നതൊക്കെ നല്ല ഫിനിഷിങ് ഉണ്ട്, നല്ല ഒരുപോലെ സമപ്രായക്കാരാണ് ഈ കാണുന്നതൊക്കെ. പക്ഷേ ഈ കാണുന്നൊരു ഇതുണ്ടല്ലേ, ഇതിൻ്റെ ആളെന്താ ചെയ്തേക്കണേ, നട്ടിട്ടാണ് പോയി. ഇതിലേക്ക് പ്രത്യേകിച്ച് വലിയൊരു തിരിഞ്ഞോട്ടൊന്നുമില്ല. ഇതിൻ്റെ ഇടയിൽ പോയ ഭാഗം ഫില്ല് ചെയ്തില്ല. ഞാറുണ്ടെങ്കിൽ കുറച്ച് നട്ടു കൊടുത്താൽ മതി, ഒരാളെ പണിക്ക് വിളിച്ചാൽ മതി. ഈ വരമ്പിലെ ഈ പുല്ല് അങ്ങനെ മൂപ്പരം ഞാറുക്ക് നട്ടേക്ക് ഇങ്ങനെ പരന്നെടുക്കുകയാണ്. ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇതേപോലെ വരുമ്പോൾ ഒരു അയിരാത്തി എടുത്തതെന്ന് ശേഷം ഇങ്ങനെ വെട്ടി കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഒരാളെ വിളിച്ച ആൾ തീരാവുന്ന കേസുള്ളൂ. പക്ഷെ എന്നിട്ട് ഇതിൽ കൊയ്യുമ്പോൾ എന്താവും, വൈക്കോലും കുറവുണ്ടാവും, നെല്ലും കുറവുണ്ടാവും. അപ്പോൾ അത് നഷ്ടത്തേക്ക് എന്ന് പറയും ആളുകൾ. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇത് ലാഭത്തിൽ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഇതിനായിട്ട് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാന്നുള്ളത് കുറച്ചൊക്കെ ചെറിയ, പിന്നെ വലിയ കൃഷിക്കാരനാണ് കേട്ടോ, അവരാകുമ്പോൾ ഇത് നോക്കി എത്തൂല, അങ്ങനെയും പ്രശ്നമുണ്ട്. അപ്പോൾ നമുക്ക് ആവുന്നതനുസരിച്ച് ചെയ്യാനേ പറ്റുള്ളൂ. വെറുതെ നമ്മൾ കുറേ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ. നമ്മളിപ്പോൾ എല്ലാ ദിവസവും വന്നിട്ട് ഇവിടെ ഇങ്ങനെ പുല്ല് വെട്ടിയിട്ടുകൊണ്ട് നമ്മൾ കണ്ടത്തേക്ക് ഇറങ്ങുന്നതിന് കുറച്ചൊരു ശമനമുണ്ട്.